ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട്. അതായത് നമുക്ക് ഇൻ്റർസെപ്റ്റബിൾ ആയ നമ്മുടെ ഇയറിന് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് നമ്മൾ പഠിച്ചു. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് അവർ ഫോർത്ത് മൊഡ്യൂൾ. നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഇസ് ദാറ്റ്? ദാറ്റ് നെയിം ഈസ് അൾട്രാസോണിക്. നിങ്ങൾ ടെക്സ്റ്റിൽ പേജ് നമ്പർ 196 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൾട്രാസോണിക്സ് എന്ന് പറഞ്ഞ ഭാഗം തുടങ്ങുന്നത് കാണാൻ പറ്റും. സോ പരമാവധി ഞാൻ ടെക്സ്റ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ നിങ്ങൾക്കും പഠിക്കുന്ന സമയത്ത് അതായിരിക്കും എളുപ്പം. ഓക്കെ, സോ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പ്രസൻറ്റേഷൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കണക്ഷൻ മിസ്റ്റേക്ക് വന്നാൽ അപ്പോൾ തന്നെ എൻ്റെ വാട്സപ്പിലേക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്യുക. എന്നിട്ടും റെസ്പോൺസ് ഉണ്ടെങ്കിൽ ആരെങ്കിലും എൻ്റെ ഫോണിലേക്ക് വിളിക്കുക. ഓക്കെ, സോ നമുക്ക് ഒരു മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം, ബാക്കിയുള്ളവരും കൂടെ വരട്ടെ. ഫർസാൻ എന്താ പ്രശ്നം? ഫർസാൻ ലെഫ്റ്റ് ഹാൻഡ് ജോയിൻ ചെയ്തടിച്ചോണ്ടിരിക്കുന്നു. എന്താണ് അമേഘ, നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടോ? Start it. So the second part of our fourth module is ultrasonics. What do you mean by ultrasonics, or what do you mean by ultrasonic waves? Ultrasonics എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അൾട്രാസോണിക് വേവ്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരിക? ഇറ്റ് ഈസ് they are also acoustic waves or sound waves whose frequency is greater than 20 kilohertz. അതായത് നമ്മളുടെ ഹ്യൂമൻ ഇയർ ഹാസ് എ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി വിച്ച് വി ക്യാൻ ഇൻ്റർസെപ്റ്റ്. നമ്മുടെ മനുഷ്യരുടെ ചെവിക്ക് എന്താ കേൾക്കാൻ പറ്റുന്ന ഒരു ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്. ഇറ്റ് ഈസ് ഫ്രം 20 hertz to 20,000 hertz or 20 kilohertz. The range of our human ear, or the frequency range in which the human ear can intercept sound, is from 20 hertz to 20,000 kilohertz, അല്ല 20,000 hertz or 20 kilohertz. അതായത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എവിടെ മുതലാണ്? 20 hertz മുതൽ 20 hertz മുതൽ 20 kilohertz വരെയാണ്. Sound with frequency below 20 hertz and sounds with frequency above 20 kilohertz cannot be intercepted by our ear. അത് ശബ്ദങ്ങൾ അക്കോസ്റ്റിക് വേവ്സിന് 20 ഹേർട്സിൽ താഴെയുള്ള 20 ഹേർട്സിൽ താഴെയുള്ള അക്കോസ്റ്റിക് വേവ്സും 20 കിലോ ഹേർട്സിൽ മുകളിൽ if the frequency of sound wave is above 20 kilohertz, then we can intercept that sound. നമുക്ക് ആ സൗണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യാനോ സെൻസ് ചെയ്യാനോ പറ്റില്ല. ആൻഡ് waves, sound waves or acoustic waves whose frequency is greater than 20 kilohertz is called ultrasonics, അല്ലെങ്കിൽ സ്പെസിഫിക്കലി അൾട്രാസോണിക് വേവ്സ് എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് പാർട്ട് ഓൾസോ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് അക്കോസ്റ്റിക് വേവ്സ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പാർട്ടിലും പഠിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്. വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് സൗണ്ട്. സൗണ്ടിനെ കുറിച്ച് തന്നെയാണ്. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ, എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൗ സൗണ്ട് പ്രൊപ്പഗേറ്റ് ത്രൂ എ മീഡിയം. സൗണ്ട് ഈസ് പ്രൊപ്പഗേറ്റഡ് ത്രൂ എ മീഡിയം ബൈ വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ മീഡിയം. സൗണ്ട് ഒരു മീഡിയത്തിൽ കൂടി എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസിൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് വൈബ്രേഷൻസ് വഴിയാണ്. ഈ വൈബ്രേഷൻസ് ആണ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആണ് അലോങ് ദി മീഡിയം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സിമിലർലി ultrasonic waves are also sound energy or sound waves, so energy is propagated through medium by vibration of particles. അൾട്രാസോണിക് വേവ്സും ഒരു മീഡിയത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം എന്താ? സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ലൈക്ക് how sound waves propagate, ultrasonic waves also propagate via consecutive vibration of particles, but the frequency of such vibration is higher. പക്ഷേ എന്താ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ആ വൈബ്രേഷൻസിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? ഇറ്റ് ഈസ് സം ബിറ്റ് ഹയർ ദാൻ 20 kilohertz. 20 kilohertzനേക്കാൾ ഫ്രീക്വൻസി ഈസ് സംവാട്ട് ഹയർ. സോ വിച്ച് വി ക്യാൻ ഇന്റർസെപ്റ്റ്, വിച്ച് വി കനോട്ട് ഇന്റർസെപ്റ്റ്. നമുക്കത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മറ്റ് പല ജീവികൾക്കും. ഫോർ എക്സാമ്പിൾ ഡോൾഫിൻ, വെയിൽ, കൂടാതെ മറ്റ് അതായത് നമ്മൾ പല കാണുന്ന ഓഷ്യൻസിലുള്ള പല വെയിൽസ്, തിമിംഗലങ്ങൾക്ക്, കൂടാതെ നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തുന്ന പെറ്റ്സിന് ഇതൊക്കെ അൾട്രാസോണിക് വേവ്സ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. So study of ultrasonic waves, study of the propagation,
interception and the properties of these ultrasonic waves are called ultrasonics. So നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വാട്ട് ഈസ് അൾട്രാസോണിക്സ്. ഓ അൾട്രാസോണിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഓക്കെ. Now, how sound is produced? എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? മീഡിയത്തിലെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ മീഡിയത്തിലെ പാർട്ടിക്കിൾ കോൺസിക്യൂട്ടീവ് ആയിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ്. ലൈക്ക് വൈസ് അൾട്രാസോണിക്സ് ഓൾസോ, അല്ലെങ്കിൽ അൾട്രാസോണിക് വേവ്സ് ഓൾസോ പ്രൊപ്പഗേറ്റഡ് ത്രൂ വൈബ്രേഷൻസ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ മീഡിയം. സൗണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ഉദാഹരണത്തിന് വെൻ ഐ സ്പീക്ക്, ഞാൻ സംസാരിക്കുമ്പോൾ സൗണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എൻ്റെ വോക്കൽ കോഡ് എയർ കോളത്തിൽ ചെറിയ മൂവ്മെന്റ് നടത്തുന്നു. അതെന്ത് ചെയ്യുന്നു? അത് എയർ കോളത്തിലെ എയർ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻസിന് കാരണമാകുന്നു. ആ വൈബ്രേഷൻസ് എന്ത് ചെയ്യുന്നു? പ്രൊപ്പഗേറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നു. ദാറ്റ് ഈസ് ദ റീസൺ സൗണ്ട് ഓർ ദി vibration of air particles is produced in my using my vocal cord. എൻ്റെ വോക്കൽ കോഡ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എൻ്റെ ടങ്കിന്റെ മൂവ്മെന്റ് യൂസ് ചെയ്തിട്ട് എന്താണ്, വോക്കൽ കോഡിന്റെ മൂവ്മെന്റ് യൂസ് ചെയ്തിട്ട് എയർ മോളിക്യൂൾസിൽ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ബട്ട് ദാറ്റ് റേഞ്ച് or the range of frequency which my vocal cord can create or produce is limited. അപ്പോൾ എൻ്റെ വോക്കൽ കോഡിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ഒരു സ്പീക്കറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ എയർ വൈബ്രേഷൻസ് അല്ലെങ്കിൽ സൗണ്ടിൻ്റെ ഫ്രീക്വൻസിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ നോർമലി നമ്മുടെ വോക്കൽ കോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന പല പാർട്ടിക്കിൾസും പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിൻ്റെ സോഴ്സിന് ഇറ്റ് ഈസ് ഓഫ് ലിമിറ്റഡ് ഫ്രീക്വൻസി. ഒരു 20 kHz above frequency air vibration or ultrasonic wave cannot be produced by real life sound sources. Daily life sound sources create. So in order to produce ultrasonic waves, we want a mechanism in which the air column or the particles can be vibrated with a higher frequency. So air in a എയറിലെ പാർട്ടിക്കിൾസിന് ഹയർ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു മെക്കാനിസം ആണ്. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി, ഈ മൊഡ്യൂൾ നമ്മൾ പഠിക്കാൻ പോകുന്നതൊക്കെ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് 2 important mechanism or 2 important circuits or 2 important techniques which create ultrasonic waves. Ultrasonic waves create ചെയ്യുന്ന 2 important techniques ആണ് നമ്മൾ ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു മൊഡ്യൂളിൻ്റെ പകുതിയോളം നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ പാർട്ടിൽ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ വാസ് മാഗ്നെറ്റോസ്ട്രിക്ഷൻ മെത്തേഡ് and second one is piezoelectric method. ക്ലിയർ ആവുന്നില്ല. സോ എന്തോ ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞാൽ കട്ട് ആവുന്നുണ്ടോ? അതാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, പുറത്തുനിന്ന് വേറെന്തോ സൗണ്ട്. So അതിനു മുമ്പ്, before the production of ultrasonic waves or before studying the mechanism of producing ultrasonic waves, അതായത് ultrasonic waves produce ചെയ്യാനുള്ള മെക്കാനിസം നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് we are going to discuss some of the general properties of ultrasonic waves. So how ultrasonic waves propagated through medium? എങ്ങനെയാണ് ultrasonic waves ഒരു മീഡിയത്തിൽ കൂടി propagate ചെയ്യുന്നത്? Ultrasonic waves travel through any medium like solid, liquid and gas, but they cannot travel through vacuum. നമ്മൾ പറഞ്ഞു അൾട്രാസോണിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? They are sound waves or they are acoustic waves. So they will get propagated through medium. So അതിന് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? They require a medium. മീഡിയത്തിലെ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ ആണ് എന്ത്? സൗണ്ട് വേവ്സ്, അല്ലെങ്കിൽ അൾട്രാസോണിക് വേവ്സ് ഓർ അക്കോസ്റ്റിക് വേവ്സ്. സോ അൾട്രാസോണിക് വേവ്സ് റിക്വയർ എ medium to propagate. They cannot travel through vacuum. Ultrasonic waves cannot travel through vacuum. What is the reason? Because vacuum contains no medium. വാക്വത്തിൽ എന്താ? മീഡിയം ഇല്ല. സോ മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ മീഡിയത്തിലെ പാർട്ടിക്കിൾസിന് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ the important point is ultrasonic waves, it require medium to travel.
and they are also high energetic waves. These waves contain high energy. What is the reason? Because they are of high frequency. We already പറഞ്ഞു, they are waves of high frequency. That means above 20 kilohertz. So they are high energetic waves. And the speed of ultrasonic waves through different material is given by, first one, if the speed of ultrasonic waves in a thin rod or a crystal is given as V is equal to root of Y by rho. Velocity of ultrasonic waves through a thin rod അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലിലൂടെ അല്ലെങ്കിൽ ഒരു തിൻ റോഡിലൂടെ അൾട്രാസോണിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. കാരണം നമുക്കറിയാം സൗണ്ട് വേവ്സ് ക്യാൻ ബി പ്രൊപ്പഗേറ്റഡ് ത്രൂ മീഡിയം. ഒരു ഡെസ്കിലൂടെ അല്ലെങ്കിൽ ഒരു ത്രൂ ആൻ അയൺ റോഡ് സൗണ്ട് വേവ്സിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. സോ അൾട്രാസോണിക് വേവ്സ് ക്യാൻ ഓൾസോ പ്രൊപ്പഗേറ്റ് ആൻഡ് ദ സ്പീഡ് ഓഫ് അൾട്രാസോണിക് വേവ്സ് ത്രൂ ദാറ്റ് മീഡിയം ഈസ് ഗിവൺ as V is equal to root of Y by rho, where V is the velocity, Y is the Young's modulus, and rho is the density of rod. Rho is the density of rod. So velocity of ultrasonic waves in a thin rod or crystal is given as root of Y by rho. Y എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു മെറ്റീരിയലിന്റെ യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് നിങ്ങൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടാവും എന്താണെന്ന്. സോ ഇവിടെ യങ്സ് മോഡുലസ് എന്താണെന്ന് നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ബട്ട് velocity of ultrasonic waves through a thin rod is given as V is equal to root of Y by rho. Y എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ യങ്സ് മോഡുലസും, റോ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് റോ? റോ is the density of that rod. ഇപ്പൊ സൗണ്ട് ക്ലിയർ ആണോ? Okay. Next one, if our ultrasonic waves is moving through a liquid, if ultrasonic waves move in a medium or a liquid, then the speed of ultrasonic waves in a liquid is given as V is equal to root of K by rho. The liquid കൂടിയാണ്. If our ultrasonic waves is propagating or traveling through a liquid medium, then velocity of ultrasonic waves in that medium is given as V is equal to root K by rho. ഇതൊക്കെ നമ്മൾ ജനറൽ പ്രോപ്പർട്ടീസ് ആയിട്ടാണ് പഠിക്കുന്നത്. ഇതിന്റെ ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. So just understand that velocity of ultrasonic waves through a liquid is given as root K by rho. What is K? K is the bulk modulus of that liquid. You know what is bulk modulus? Bulk modulus ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു സോളിഡ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ബൾക്ക് മോഡുലസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ബൾക്ക് മോഡുലസിന്റെ ഡെഫിനിഷൻ അറിയാം. K is the bulk modulus and rho is the density of that liquid. Density എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. Rho is the density of that liquid. So just understand speed of the ultrasonic waves through a rod എന്താണെന്ന് പഠിച്ചു. It is root of Y by rho. And speed of ultrasonic waves in a liquid, it is root of K by rho. നേരത്തെ Y എന്ന് പറഞ്ഞാൽ എന്താണ്? Y is the Young's modulus. Here K is the bulk modulus. Now, if the speed of ultrasonic wave, if our ultrasonic wave is propagating through a gas, നമ്മുടെ ultrasonic wave propagate ചെയ്യുന്ന ഗ്യാസിൽ കൂടിയാണെങ്കിൽ some gas, then velocity is given as V is equal to root of gamma P by rho, where P is the pressure of the gas. If our ultrasonic wave is propagating through a gas with pressure P and density rho, then velocity is given as root of gamma P by rho. P is the pressure, rho is the density, and gamma is the ratio of specific heats. So specific heat Cp and Cv. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും, പ്ലസ് ടുവിൽ പഠിക്കണം. വാട്ട് ഈസ് Cp and Cv? Cp is the specific heat at constant pressure and Cv is the specific heat at constant volume. So ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ഇതൊക്കെ എന്താണെന്ന് കറക്റ്റ് ഡെഫിനിഷൻ ഡെറിവേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. വി ആർ ഡിസ്കസിങ് അബൌട്ട് general properties of ultrasonic waves. Ultrasonic waves in a general properties. What is the velocity when it is moving through different medium? അത് ഓരോ മീഡിയത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് പറയുന്നത് മാത്രമാണ്. where gamma എന്ന് പറയുന്നത് gamma is the ratio between specific heats, where Cp is the specific heat of that gas at constant pressure, and Cv is the specific heat at constant volume.
So these are the general properties of ultrasonic waves when it is propagating through a medium. So നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചധികം പ്രോപ്പർട്ടീസും കൂടി പറയുന്നുണ്ട് about attenuation, heating effect, what happens when ultrasonic waves is propagated through a medium. അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ കൂടി അൾട്രാസോണിക് വേവ് കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? That material will get heated because sound energy or the energy of this ultrasonic waves get absorbed through this material. സോ ഒരു മെറ്റീരിയൽ കൂടി അൾട്രാസോണിക് വേവ്സ് കടന്നു പോകുമ്പോൾ സംഭവിക്കും, ആ മെറ്റീരിയൽ ഹീറ്റഡ് ആയി. അല്ലെങ്കിൽ സംഭവിച്ചു അൾട്രാസോണിക് വേവ്സിന്റെ വൺ പാർട്ട് ഓഫ് എനർജി ഈസ് അബ്സോർബ്ഡ് ബൈ ദാറ്റ് മെറ്റീരിയൽ. ഒരു പാർട്ട് എനർജി എന്ത് ചെയ്തു? ആ മെറ്റീരിയൽ അബ്സോർബ് ചെയ്തു. ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ്. വാട്ട് ഈസ് അറ്റ്യൂനേഷൻ? അറ്റ്യൂനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ്യൂനേഷൻ നിങ്ങൾ സിലബസിൽ പഠിക്കാനില്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ്. അറ്റ്യൂനേഷൻ ഓഫ് അൾട്രാസോണിക് വേവ്സ് മീൻസ് the amplitude of ultrasonic waves decreases when it is moved upon a medium. അതായത് ഒരു മീഡിയത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നോർമലി ഡാമ്പിംഗ് occurs, or the amplitude of these waves or the energy or the intensity of these waves get damped or it get lost. അതിനെയാണ് നമ്മൾ അറ്റ്യൂനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so we discussed what are the general properties of ultrasonic waves. Now we are going to discuss how we can produce ultrasonic waves. നമുക്ക് എങ്ങനെയാണ് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഓൾറെഡി വി ഡിസ്കസ്ഡ് ദാറ്റ് ഹൗ സൗണ്ട് വേവ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ്. എങ്ങനെയാണ് സൗണ്ട് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനാണ് സംസാരിക്കുന്നതെങ്കിൽ എൻ്റെ വോക്കൽ കോഡിൽ സംഭവിക്കുന്നു, മൈ വോക്കൽ കോഡ് ഈസ് വൈബ്രേറ്റിംഗ് വെൻ ഐ എം ടോക്കിംഗ് ആൻഡ് ദർ വിൽ ബി വൈബ്രേഷൻസ് ഇൻ എയർ ഓർ എയർ പാർട്ടിക്കിൾ. അതായത് എയറിലെ പാർട്ടിക്കിൾസിൽ എന്ത് ചെയ്യുന്നു? വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ആ വൈബ്രേഷൻസ് ഓൾ അലോങ് എൻ്റെ ചുറ്റും പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നു. You already said ultrasonic waves are sound waves or acoustic waves. നമ്മൾ ഓൾറെഡി പറഞ്ഞു അൾട്രാസോണിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൗണ്ട് വേവ്സ് തന്നെയാണ്. സോ ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്? എയർ കോളത്തിൽ അല്ലെങ്കിൽ എയറിലെ പാർട്ടിക്കിൾസിൽ ഒരു വൈബ്രേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സോ എൻ്റെ വോക്കൽ കോഡിന് എയർ കോളത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ വൈബ്രേഷന് പരിധികളുണ്ട്. ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എ സൗണ്ട് വേവ് ഓഫ് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ 20 kHz. അതായത് 20 kHz ഫ്രീക്വൻസി ഉള്ള വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ എൻ്റെ വോക്കൽ കോഡിന് പറ്റില്ല. നോർമലി നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന സ്പീക്കേഴ്സിനോ അല്ലെങ്കിൽ മ്യൂസിക്കൽ സ്പീക്കേഴ്സിനൊന്നും പറ്റില്ല. സോ ഇൻ ഓർഡർ ടു ക്രിയേറ്റ് അൾട്രാസോണിക് വേവ്സ് വി ആർ ഡിപ്പെൻഡിങ് ഓൺ ടു മേജർ മെക്കാനിസംസ്. ഫസ്റ്റ് വൺ ഈസ് മാഗ്നെറ്റോസ്ട്രിക്ഷൻ മെത്തേഡ് ആൻഡ് second one is piezoelectric method. So we are now going to discuss what is magnetostriction method. So initially we want to discuss what is magnetostriction effect. So what is magnetostriction? So ഞാൻ ഈ സ്ലൈഡ് വായിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 198 what is magnetostriction എന്ന് കൊടുത്തിട്ടുണ്ട്. So what is magnetostriction? When a steady magnetic field is applied parallel to a ferromagnetic rod, its length increases. When the direction of magnetic field is reversed by changing the polarity, its length decreases. So first sentence is, when a steady magnetic field is applied parallel to a ferromagnetic rod. Assume we have a rod. What do you mean by rod? Rod എന്താണെന്ന് നമുക്കറിയാം. Assume we have a ferromagnetic rod. That means the magnetic behavior of this material is ferromagnetic. Ferromagnetic എന്താണ് നിങ്ങൾക്ക് ഓൾറെഡി +2 പഠിച്ച കാര്യമാണ്. അറിയില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക എന്താ ഫെറോമാഗ്നറ്റിക് എന്ന്. അപ്പോൾ നമുക്ക് എന്താണ് ഫെറോമാഗ്നറ്റിക് എന്ന് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. Assume we have a ferromagnetic rod and we are applying a magnetic field, steady magnetic field parallel to this ferromagnetic rod. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റഡി, അതായത് ഇന്റൻസിറ്റി, മാഗ്നറ്റിക് ഇന്റൻസിറ്റി മാറാത്ത സ്റ്റഡി ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് വി ആർ അപ്ലൈങ് അക്രോസ് ഓർ പാരലൽ ടു ദിസ് ferromagnetic rod. Ferromagnetic rod in example കൊടുത്തിട്ടുണ്ട്. Nickel, cobalt, etc. are the examples of ferromagnetic rod. So if we apply a magnetic field, steady magnetic field parallel to this rod, what happens? It length increases. എന്തും ഈ റോഡിന്റെ ലെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ചെറിയൊരു ഇൻക്രീസ് അതിന്റെ ലെങ്ത്തിൽ ഉണ്ടാവും. സോ ഇഫ് വി അപ്ലൈ എ സ്റ്റഡി മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ടു എ ഫെറോമാഗ്നറ്റിക് റോഡ്, what happens? അതിന്റെ ലെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. And when the direction of the magnetic field is reversed,
ഈ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നതെങ്കിൽ വാട്ട് ഹാപ്പൻസ് വെൻ വി ഇൻവേഴ്സ് or when the direction of magnetic field is reversed, what happens? Or when we change the polarity of the magnetic field, or when we change the polarity of electric field which producing this magnetic field, what happens? അതിന്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യും. സോ നമ്മളൊരു ഫെറോ മാഗ്നറ്റിക് റോഡിന് പാരലൽ ആയിട്ട് എന്ത് കൊടുത്തു, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് വെച്ചു, ഇതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്തു. സോ ലെങ്ത് ഓഫ് ദിസ് റോഡ് ഇൻക്രീസസ്, ലെങ്ത് കൂടി. ഇനി നേരെ തലതിരിച്ച ഇഫ് വി ആർ അപ്ലൈങ് ഇൻവേഴ്സ് ഫീൽഡ്, നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കൊടുക്കുന്നതെങ്കിൽ ലെങ്ത് ഡിക്രീസസ്. സോ ഫസ്റ്റ് ആദ്യം ആ പോയിന്റ് മനസ്സിലാക്കണം. When we apply a magnetic field parallel to a ferromagnetic rod, length increases. When the direction is opposite, the length decreases. So if we apply a varying magnetic field about this parallel to this ferromagnetic rod, നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓർ ഇഫ് വി ആർ അപ്ലൈങ് എ സി സോഴ്സ് വിച്ച് പ്രൊഡ്യൂസിങ് എ മാഗ്നറ്റിക് ഫീൽഡ്. സോ നമുക്കറിയാം എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റ് ഈസ് created by, or magnetic field in an electromagnet is created by applying a current source. നമ്മളൊരു കറണ്ട് സോഴ്സ് കൊടുക്കുന്നു, ഡി സി സോഴ്സ് ആണ് കൊടുക്കുന്നെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് ആക്ട് as a പെർമനന്റ് മാഗ്നറ്റ്. സോ ഇഫ് വി അപ്ലൈ ആൻ എ സി സോഴ്സ്, നമ്മളൊരു എ സി സോഴ്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിന് കൊടുക്കുന്നതെങ്കിൽ then we know that polarity of AC source. What is meant by AC current? AC current, what do you mean by AC current? AC current is alternating current. Its polarity changes. Alternating current എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ പൊളാരിറ്റി മാറിക്കൊണ്ടിരിക്കും. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് ദ പൊളാരിറ്റി ചേഞ്ചസ്, പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ എ സി സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ പൊളാരിറ്റിയും ചേഞ്ച് ചെയ്യും. സോ ഫോർ സം ടൈം പീരീഡ് ടി മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? along parallel to the ferromagnetic rod. After some time t, polarity എന്ത് ചെയ്യും? ഇൻവേഴ്സ് ചെയ്യും. എ സി സോഴ്സ് ആണ്, സോ polarity gets inverses. Now the direction of magnetic field get inversed. ഇപ്പൊ direction of magnetic field എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ആവും. സോ ആദ്യം എന്ത് സംഭവിക്കും? പാരലൽ ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ റോഡിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് പറ്റും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ റോഡിന്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യും. സോ ദിസ് എ സി സോഴ്സ് ഗെറ്റ് ആൾട്ടർനേറ്റിംഗ്. സോ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ പൊളാരിറ്റി ഓരോ ടൈം ഇന്റർവെൽ കഴിയുമ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെ പോലെ മാറിക്കൊണ്ടിരിക്കും. പൊളാരിറ്റി പ്ലസ് ഓർ മൈനസ് ദേ ആർ ചേഞ്ചിങ് കോൺസ്റ്റന്റ്ലി. സോ വാട്ട് ഹാപ്പൻസ്? സോ എന്ത് ചെയ്യും? ഈ ഫെറോമാഗ്നറ്റിക് റോഡിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും. സോ ദിസ് ഹാപ്പൻസ് റിപ്പീറ്റഡ്ലി. ലെങ്ത് ഓഫ് ഫെറോമാഗ്നറ്റിക് റോഡ് ഇൻക്രീസസ്, ഡിക്രീസസ്. സോ now we can say this ferromagnetic rod is set into oscillations or vibration. So അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? Now the length of this ferromagnetic rod is constantly increasing and decreasing in a time period. ഒരു definite time period കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് increase and decrease ചെയ്തുകൊണ്ടിരിക്കുന്നു. And this repetitive motion is called oscillation. Repetitive motion ആണ് oscillation. Or we can say now this rod is set into oscillation with help of alternating current or polarity changing current or polarity changing magnetic field. And this effect is called magnetostriction effect. This effect is called magnetostriction effect. ഒന്നും കൂടി പറയാം, എന്താണ് മാഗ്നറ്റോസ്ട്രിക്ഷൻ എഫക്ട് എന്ന് ഒന്നും കൂടി പറയാം. 1 minute. ഓക്കെ, നമ്മുടെ കയ്യിലൊരു ഫെറോ മാഗ്നറ്റിക് റോഡ് അല്ലെങ്കിൽ നിക്കലിന്റെ ഒരു ദണ്ട്, ഒരു ചെറിയൊരു റോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ റോഡിന്റെ മുകളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണ് ഒരു ഡയറക്ഷനിൽ. ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ഇതാ, ഈ ഡയറക്ഷൻ. ദിസ് ഈസ് ദ റോഡ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു പാരലൽ ആയിട്ട്. സോ എന്ത് പറ്റും? ഫെറോ മാഗ്നറ്റിക് റോഡിന്റെ അല്ലെങ്കിൽ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകത വെച്ച് എന്ത് പറ്റും? ഈ റോഡിന്റെ ലെങ്ത് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യും. ലെങ്ത് ഇൻക്രീസസ് വെൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പറ്റും? ഈ റോഡിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ഇനി ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ലെങ്ത് ഡിക്രീസ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഏത് ഡയറക്ഷനിലാണോ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് അതിന്റെ ബേസിൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും. നൗ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് പീരിയോഡിക് ആണ്, ഓസിലേറ്ററി ആണ്. അതായത് ആ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തത് ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് വെച്ചിട്ടാണ്.
അൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രത്യേകത എന്താ? അതിന്റെ പൊളാരിറ്റി മാറിക്കൊണ്ടിരിക്കും. സോ പൊളാരിറ്റി മാറുന്നു എന്നതിന്റെ അർത്ഥം എന്താ? അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിന്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ആഫ്റ്റർ സം ടൈം പീരീഡ്. ഈസ് ടൈപ്പ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ പോലെയാണ്, അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ പോലെയാണ്. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കുറച്ച് സമയം കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ അർത്ഥം എന്താ? ഈ റോഡിന്റെ ലെങ്ത് ആഫ്റ്റർ സം ടൈം ഇന്റർവൽ എന്ത് ചെയ്യുന്നു? ആദ്യം ഇൻക്രീസ് ചെയ്യും, പിന്നെ ഡിക്രീസ് ചെയ്യും, അഗെയിൻ ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്? ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ റോഡ് അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. സം ടൈം ഇന്റർവൽ കഴിയുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു റിപ്പീറ്റേറ്റീവ് മോഷനാണ് നമ്മൾ ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. സോ വി ക്യാൻ സേ ദിസ് റോഡ് ഈസ് സെറ്റ് ഇൻ ടു ഓസിലേഷൻ ഓർ വൈബ്രേഷൻ. ആൻഡ് ദിസ് എഫക്ട് ഓർ ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് മാഗ്നെറ്റോസ്ട്രിക്ഷൻ എഫക്ട്. സോ ഐ വാണ്ട് ടു നോ, ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ആരെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. അപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് മാഗ്നെറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, നാം മനസ്സിലാവാത്തവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തായിരിക്കും നല്ലത്. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? ഓഡിബിൾ അല്ലേ? നന്ദന ടി വി മനസ്സിലായോ പറഞ്ഞത്? ആ, കുറച്ചല്ല. യാദിഷ മനസ്സിലായോ പറഞ്ഞത്? എന്തെങ്കിലും കൺസെപ്റ്റ് കിട്ടിയോ? സാറേ മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 198 മാഗ്നെറ്റോസ്ട്രിക്ഷൻ എന്ന് പറയുന്ന പാരാഗ്രാഫ് ഒന്ന് വായിക്കുക. പേജ് നമ്പർ 198 മാഗ്നെറ്റോസ്ട്രിക്ഷൻ എന്ന് പറയുന്ന പാരാഗ്രാഫ് വായിക്കുക. Page number 198 Magnetostriction. കാവ്യ, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ കയ്യില്? ഉണ്ട്. അതിൽ അവസാനത്തെ പാരാഗ്രാഫ് ഒന്ന് വായിക്കോ? മാഗ്നെറ്റോസ്ട്രിക്ഷൻ കഴിഞ്ഞിട്ട് അതിന്റെ അവസാനം ഒരു ചെറിയ പാരാഗ്രാഫിൽ അതൊന്ന് വായിക്കും. The change in length അതാ ഏതാ? അതെ. The change in length depends on the strength of the magnetic. Hello sir. കംപ്ലീറ്റ് ആയിട്ടില്ല, ഫുള്ള് വായിക്കേ. The change in length depends on the strength of magnetic field and nature of materials of the rod, but it does not depend on the sign of magnetic field. ഓക്കെ, അതായത് നമ്മൾ വായിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ റോഡിന്റെ ലെങ്ത് കുറയും, ഡയറക്ഷൻ മാറുമ്പം റോഡിന്റെ ലെങ്ത് കൂടും. സോ ബേസ്ഡ് ഓൺ ഡയറക്ഷൻ ഈ പറയുന്ന ഫെറോ മാഗ്നറ്റിക് റോഡ്, അതൊരു അയൺ റോഡ് ആവാം, നിക്കൽ റോഡ് ആവാം, കോബാൾട്ട് റോഡ് ആവാം, ഏത് റോഡും ആയിക്കോട്ടെ, അതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ അതൊരു ഫെറോ മാഗ്നറ്റിക് റോഡ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് സംഭവിക്കും, അതിന്റെ ലെങ്ത് കുറയും, കൂടും. പക്ഷെ ഈ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ലെങ്ത് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്. സെക്കൻഡ് വൺ, നാച്ചർ ഓഫ് മെറ്റീരിയൽ ഓഫ് റോഡ്, ഈ റോഡ് എത്രത്തോളം ഫെറോ മാഗ്നറ്റിക് ആണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. തേർഡ് വൺ, അത് ഡിപ്പെൻഡ് ചെയ്യാത്ത എന്താ, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ സൈൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്.
നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് ഡിപ്പെൻഡ് ചെയ്യൂല. അതായത് സൈൻ ഡിപ്പെൻഡ് ചെയ്യും, ഡയറക്ഷൻ അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് സൈനാണ്. പക്ഷെ ആ റേറ്റ് എത്രത്തോളം ഇൻക്രീസ് ചെയ്യണം എത്രത്തോളം ഡിക്രീസ് ചെയ്യണം എന്ന് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആൻഡ് സെക്കൻഡ് വൺ നാച്ചർ ഓഫ് മെറ്റീരിയൽ ഓഫ് റോഡ്. സോ ഒന്ന് ഫുൾ അത് വായിച്ചു നോക്കാം. മാഗ്നറ്റോസ്ട്രിക്ഷൻ എന്ന് പറയുന്ന സംഭവം വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് എങ്ങനെയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് അൾട്ടർനേറ്റിംഗ് ആക്കാൻ പറ്റുന്നത്? പിന്നെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഹൗ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ക്രിയേറ്റഡ് ബൈ ഇലക്ട്രോമാഗ്നറ്റ്. സാധാരണ ഇതിൽ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇലക്ട്രോ മാഗ്നറ്റ് ഒരു DC കറണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ആക്ട് എസ് എ പെർമനന്റ് മാഗ്നറ്റ്. പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റിന്റെ കറണ്ട് സോഴ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് AC ആണെങ്കിൽ എന്ത് കിട്ടും? ഇതിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഇതേ ടൈം ഇന്റർവൽ കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യും. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ റോഡിന്റെ കേസിൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ എന്നതും, ഓർ ദ ഓസിലേഷൻ ഓഫ് ദിസ് റോഡ് ഓർ ദി വൈബ്രേഷൻ ഓഫ് ദിസ് റോഡ് ഇസ് ഡിപ്പെൻഡബിൾ ഓൺ ഓർ ഇറ്റ് ഇസ് ഡിപ്പെൻഡ്സ് ഓൺ ദിസ് ചേഞ്ച് ഇൻ പൊളാരിറ്റി. നിങ്ങളിത് വായിക്കുക. ഈ ഫിഗറിൽ കാണുന്നത് മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ ആണ്. സോ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെമസ്റ്റർ എക്സാമിന് ചോദിക്കാം, സെമസ്റ്റർ എക്സാമിന് ചോദിച്ചില്ലെങ്കിൽ സീരിയസ് എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് മാഗ്നറ്റോസ്ട്രിക്ഷൻ ആൻഡ് മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ. ഹൗ അൾട്രാസോണിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് യൂസിങ് മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ. ഈ മാഗ്നറ്റോസ്ട്രിക്ഷൻ എന്ന എഫക്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? So this is the figure of magnetostriction oscillator, or we can call that a Spears oscillator. So നിങ്ങൾ ആ പാരഗ്രാഫ് വായിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുക. ഈ ഫിഗർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ ഒക്കെ എഴുതാൻ പഠിക്കണം. ഫിഗർ നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ എക്സാമിന് മാർക്ക് കിട്ടൂ. സോ നിങ്ങളെ നോട്ട്ബുക്കിൽ നിങ്ങൾ എക്സ്ട്രാ നോട്ടിൽ നോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം പ്രൊഡക്ഷൻ ഓഫ് അൾട്രാസോണിക്സ് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഫസ്റ്റ് വൺ മാഗ്നറ്റോസ്ട്രിക്ഷൻ. എന്താണ് മാഗ്നറ്റോസ്ട്രിക്ഷൻ? അതിന്റെ വാട്ട് യു മീൻ ബൈ മാഗ്നറ്റോസ്ട്രിക്ഷൻ എഫക്റ്റ് എന്ന് എഴുതുക. പാരഗ്രാഫിൽ നിങ്ങൾക്ക് ആവശ്യമായ പോയിന്റ്സ്, അതായത് ഞാൻ കഴിഞ്ഞു ഇത്രയും പോയിന്റ്സ് മിനിമം ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഉത്തരത്തിൽ. അതായത് എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഇത്രയും പോയിന്റ് മിനിമം ഉണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് സ്ലൈഡ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഫിഗർ. സോ വർക്കിംഗ് ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് ഫിഗർ അറിഞ്ഞിരിക്കണം. ദിസ് ഈസ് ദ ഫിഗർ ഓഫ് മാഗ്നറ്റോസ്ട്രിക്ഷൻ ഓസിലേറ്റർ. സോ ഇത് വരച്ചെടുക്കണം. ഈ ഫിഗർ നിങ്ങൾ വരച്ചെടുക്കണം. ടെക്സ്റ്റ് നോക്കിയിട്ടായാലും ഇവിടെ സ്ലൈഡ് നോക്കിയിട്ടായാലും അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ നോട്ട് ഓഫ്ലൈനായിട്ട് ക്ലാസ് വന്നാൽ എനിക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ ഫിഗർ കാണണം. ദിസ് ഫിഗർ ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല, പക്ഷേ ഈ ഫിഗർ പഠിച്ചിരിക്കണം. ഈ ഫിഗറിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നത്? ഫിഗർ കണ്ടെയ്ൻസ് 2 ഇൻഡക്ടേഴ്സ് L1 ആൻഡ് L2. ഫിഗറിൽ 2 ഇൻഡക്ടേഴ്സ് ഉണ്ട്. ദിസ് 2 ആർ ഇൻഡക്ടേഴ്സ്. ഇൻഡക്ടറിന്റെ സൈൻ നിങ്ങൾക്കറിയാം. ദിസ് ഇസ് ഇൻഡക്ടർ. ദിസ് ഇസ് എ ക്ലാമ്പ്. ഇതൊരു ക്ലാമ്പ് ആണ്, അതായത് ഫിക്സ്ഡ് പൊസിഷൻ ആണ്. ഈ റോഡിനെ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദിസ് ഈസ് ആൻ NPN ട്രാൻസിസ്റ്റർ. ഇലക്ട്രോണിക്സിൽ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസിൽ ട്രാൻസിസ്റ്റർ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. സോ യു നോ വാട്ട് ഈസ് ആൻ NPN ട്രാൻസിസ്റ്റർ. This is a current source. ഇതൊരു ബാറ്ററിയാണ്. This is a battery or voltage source or DC voltage source. This is a milliammeter.
ഒരു മില്ലി അമ്മീറ്റർ ആണ്. സോ ഹിയർ വി ഹാവ് എ കീ. സോ നമ്മൾ ഈ സർക്യൂട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സർക്യൂട്ടിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ the textbook says that ultrasonic waves is produced through these two ends. So നമ്മൾ ഈ സർക്യൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഈ സർക്യൂട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സർക്യൂട്ടിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്നതിന് സംഭവിക്കും, അൾട്രാസോണിക് വേവ്സ് എന്ത് ചെയ്യും? ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ത്രൂ എൻഡ്സ് ഓഫ് ദിസ് റോഡ്. ആൻഡ് ദിസ് ഈസ് എ ഫെറോ മാഗ്നറ്റിക് റോഡ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് എ ഫെറോ മാഗ്നറ്റിക് റോഡ്. ദിസ് ഈസ് എ ഫെറോ മാഗ്നറ്റിക് റോഡ്. സോ അത് ഫിഗർ വരച്ചെടുക്കുക. ഈ നെറ്റ് കഴിഞ്ഞ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു അവർ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ നമുക്കൊക്കെ ഡിസ്കസ് ചെയ്യാം. സോ ഈ ഫിഗർ എന്തായാലും എല്ലാവരും വരച്ചെടുക്കുക. What is C? C എന്താ ഉദ്ദേശിക്കുന്നത്? C. What do you mean by C? C എന്താ? ഇലക്ട്രോണിക്സിൽ C എന്തിനാ ഉദ്ദേശിക്കുന്നത്? കളക്ടർ. കപ്പാസിറ്റർ. പക്ഷെ ഇവിടെ സി വെറും കപ്പാസിറ്റർ മാത്രമല്ല, ഇവിടെ ഒരു ആരോ മാർക്ക് കണ്ടോ? ഈ ആരോ മാർക്ക് എന്തിനാ ഉദ്ദേശിക്കുന്നത്? ആരോ മാർക്ക് റെപ്രസെന്റ്സ് എ വേരിയബിൾ കപ്പാസിറ്റർ. അതായത് നമുക്ക് കപ്പാസിറ്റൻസ് നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വേരി ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റർ ആണ് ദിസ് വേരിയബിൾ കപ്പാസിറ്റർ. So we can vary the capacitance. So this represents a variable capacitor. L1 and L2 are inductors. L1 എന്ന് പറഞ്ഞാൽ this the inductance of this inductor. L2 is the self inductance of this inductor. This ഈ NPN ട്രാൻസിസ്റ്ററിന്റെ ഈ പോയിന്റിനെ ബേസ് എന്നും ഇത് കളക്ടർ എന്നും ഇത് എമിറ്റർ എന്നും വിളിക്കും. ഐ തിങ്ക് വി ഓൾ നോ ദാറ്റ്. ഇതെന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എമിറ്റർ, കളക്ടർ ആൻഡ് ബേസ്. ദിസ് ഈസ് ഗ്രൗണ്ടിങ്. ഇത് എർത്ത് ചെയ്തതാണ്. ഓക്കെ. സോ ഇതിലത്തെ എല്ലാ കോമ്പോണൻസിന്റെ പേര് പറഞ്ഞു. ഇതിന്റെ വർക്കിംഗ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾ ടെക്സ്റ്റ് ഫോളോ ചെയ്യാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. സോ നമ്മുടെ ടൈം ഏകദേശം തീരാനായി. സോ അറ്റൻഡൻസ് പറഞ്ഞു. 1. ഓപ്ഷൻ 2. 3. 4. 5.